perform dismantling clutch assembly, cleaning and inspecting parts. ഹലോ, എൻ്റെ പേര് ഷീന. ഈ മോഡ്യൂളിൽ നമ്മൾ ക്ലച്ച് അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യൽ, പാർട്ടുകൾ ക്ലീൻ ചെയ്യൽ, ഇൻസ്പെക്ട് ചെയ്യൽ എന്നിവ നടത്താൻ പോകുന്നു. ഈ എക്സസൈസിന്റെ അവസാനം നിങ്ങൾക്ക് സാധിക്കുന്നത് വാഹനത്തിലെ ക്ലച്ച് കണ്ടെത്താൻ, വാഹനത്തിൽ നിന്ന് ക്ലച്ച് ഡിസ്മാൻഡിൽ ചെയ്യാൻ, ഒരു ക്ലച്ച് അസംബ്ലിയുടെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ, ക്ലച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കാൻ, ക്ലച്ച് പാർട്ടുകളിൽ തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ. ഇപ്പോൾ നമുക്ക് ആവശ്യമായ എക്യുപ്മെന്റുകൾ, മെറ്റീരിയലുകൾ, ടൂളുകൾ എന്നിവ നോക്കാം. ടൂളുകൾ, ഇൻസ്ട്രുമെന്റുകൾ. ട്രെയിനീസ് ടൂൾ കിറ്റ് ഒരു സെറ്റ്. സെന്റർ പഞ്ച് 10 സെന്റിമീറ്റർ ഒരെണ്ണം. സർക്ലിപ്പ് പ്ലെയർ 15 സെ. മീ വികസിക്കുന്ന ടൈപ്പ് ഒരെണ്ണം. ഔട്ട്സൈഡ് മൈക്രോമീറ്റർ 0 മുതൽ 25 mm, 25 മുതൽ 50 ക്ലച്ച് ജിഗ് ഒരെണ്ണം. ടോർക്ക് റേഞ്ച് 5 മുതൽ 35 നും 12 മുതൽ 68 നും 50 മുതൽ 225 ന്യൂട്ടൺ മീറ്റർ ഒരെണ്ണം. ഫീലർ ഗേജ് 20 ബ്ലേഡുകൾ മെട്രിക് ഒരെണ്ണം. ഓയിൽ ക്യാൻ 0.5/0.25 ലിറ്റർ കപ്പാസിറ്റിയുള്ളത് ഒരെണ്ണം. ക്ലീനിംഗ് ട്രേ 45x30 സെ ഒരെണ്ണം. ബെയറിംഗ് പുള്ളർ സ്ക്രൂ പവർഡ് അറ്റാച്ച്മെന്റുകളുള്ള ഹൈഡ്രോളിക് പവർ 80, 200, 300 mm ഒരെണ്ണം. ബെയറിംഗ് പുള്ളർ ഉപയോഗിച്ച് പുള്ളേഴ്സ് സ്ക്രൂ പവർ 2 mm ഗ്യാപ്പ് ഒരെണ്ണം. വെഹിക്കിൾ വർക്ക്ഷോപ്പ് മാനുവൽ ഒരെണ്ണം. മാഗ്നറ്റിക് ബേസുള്ള ഡയൽ ഗേജ് ഡയൽ ഇൻഡിക്കേറ്റർ ഒരെണ്ണം. അലൈനിംഗ് ആർബറുകൾ ഒരെണ്ണം. എക്വിപ്മെന്റുകൾ, മെഷീനറികൾ. വാഹനം ഒരെണ്ണം. മെറ്റീരിയലുകൾ: സോപ്പ്, ഓയിൽ, ഗ്രീസ്, മണ്ണെണ്ണ, ബനിയൻ ക്ലോത്ത്, ഗിയർ ഓയിൽ AZE 90. നിങ്ങൾ കാറിൽ സ്പീഡ് കൂട്ടുമ്പോൾ എഞ്ചിന്റെ ക്രാങ്ക്ഷാഫ്റ്റിനും ട്രാൻസ്മിഷനും ഇടയിൽ പവർ ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു ക്ലച്ച് സിസ്റ്റം ഏർപ്പെട്ടിരിക്കുന്നു. പവർ സ്ഥിരമായി ട്രാൻസ്മിഷനിലേക്ക് നീങ്ങുകയാണെങ്കിൽ വീലുകൾ എല്ലായ്പ്പോഴും കാറിനെ മുന്നോട്ട് നയിക്കും. അതിനാൽ എഞ്ചിന്റെ പവറിനെ ശേഷിക്കുന്ന പവർ ട്രെയിനിൽ നിന്ന് വേർപെടുത്താൻ അനുവദിക്കുന്നതിന് ഇതിന് ഒരു കോമ്പോണന്റുകൾ ആവശ്യമാണ്. ഇത് വാഹനത്തിന്റെ സ്പീഡ് നിയന്ത്രിക്കാൻ ഒരു വ്യക്തിയെ അനുവദിക്കുന്നു. ഇത് ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനായാലും മാനുവൽ ഗിയർ ബോക്സ് ആയാലും ക്ലച്ചുകൾ ഒരേ ഉദ്ദേശ്യത്തോടെയാണ് പ്രവർത്തിക്കുന്നത്. ഇത് നിങ്ങളുടെ കാറിന്റെ സ്പീഡ് കൂട്ടുന്നതിനും സ്പീഡ് കുറയ്ക്കുന്നതിനും നിർത്തുന്നതിനുമായി നിങ്ങൾക്ക് കൺട്രോൾ നൽകുന്നു. ടാസ്ക് 1: വാഹനത്തിലെ ക്ലച്ച് കണ്ടെത്തുക. ഫ്ലൈ വീലും ഗിയർ ബോക്സും തമ്മിലുള്ള അവിഭാജ്യ കണക്ഷൻ വാഹനത്തിന്റെ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലെ ക്ലച്ച് വഴി സുഗമമാക്കുന്നു. മറ്റ് സ്ഥലങ്ങളിൽ ക്ലച്ചുകൾ ഉണ്ടാകാമെങ്കിലും അവ എല്ലായ്പ്പോഴും ഒരു ട്രാൻസ്മിഷനിൽ കാണപ്പെടുന്നു. ഒരു മാനുവൽ ട്രാൻസ്മിഷൻ ക്ലച്ചിനായി ഇത് എഞ്ചിന്റെ ക്രാങ്ക്ഷാഫ്റ്റിനും ട്രാൻസ്മിഷൻ ഹൗസിനും ഇടയിൽ ഇൻപുട്ട് ഷാഫ്റ്റിൽ ബെൽ ഹൗസിനുള്ളിൽ സ്ഥാപിച്ചിരിക്കുന്നു. ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ ട്രാൻസാക്സിൽ അസംബ്ലിക്കുള്ളിൽ ഒരു കൂട്ടം ക്ലച്ചുകൾ സ്ഥിതി ചെയ്യുന്നു. ടാസ്ക് 2: വാഹനത്തിൽ നിന്ന് ക്ലച്ച് അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യൽ. കാണിച്ചിരിക്കുന്നതുപോലെ ക്ലച്ച് കവർ 1, ഫ്ലൈ വീൽ 2 എന്നിവയുടെ സ്ഥാനം കുറച്ച് പെയിന്റ് ഉപയോഗിച്ച് അടയാളപ്പെടുത്തിക്കൊണ്ട് ആരംഭിക്കുക. റീസെറ്റ് ചെയ്യുമ്പോൾ ക്ലച്ച് കവറിന്റെയും ഫ്ലൈ വീലിന്റെയും യഥാർത്ഥ സ്ഥാനം ഉറപ്പാക്കാൻ ഈ മാർക്കിൽ അലൈൻ ചെയ്യുക. അങ്ങനെ ഫ്ലൈ വീലിന്റെയും ക്ലച്ച് കവറിന്റെയും ബാലൻസ് തടസ്സപ്പെടില്ല. അടുത്തതായി ക്ലച്ച് കവർ മൗണ്ടിംഗിലെ സെറ്റ് സ്ക്രൂകളിൽ നിന്ന് ലോക്കിംഗ് വയർ നീക്കം ചെയ്യുക. സെറ്റ് സ്ക്രൂകളുടെ ആകെ എണ്ണം എണ്ണുക. ഈ സ്റ്റെപ്പുകൾ ക്രമത്തിലാണ് ചെയ്യുന്നത്. നിങ്ങൾ ക്ലച്ച് പാർട്ടുകൾ പഴയതുപോലെ തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ടാസ്ക് 3: ക്ലച്ച് അസംബ്ലി പൊളിക്കുന്നു. പ്രഷർ പ്ലേറ്റും ക്ലച്ച് കവറും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന സ്ഥാനം അടയാളപ്പെടുത്തി സ്റ്റാർട്ട് ചെയ്യുക. തുടർന്ന് ക്ലച്ച് ജിഗിൽ ക്ലച്ച് അസംബ്ലി സ്ഥാപിക്കുക. ക്ലച്ച് ജിഗിലെ സ്ലോട്ടുകൾ പ്രഷർ പ്ലേറ്റിലെ ത്രസ്റ്റ് പാഡിന്റെ സീറ്റുമായി അലൈൻ ചെയ്യുന്നുവെന്ന് ഉറപ്പാക്കുക. ക്ലച്ച് ജിഗ് ഉപയോഗിച്ച് സ്പ്രിംഗ് കപ്പുകൾ കംപ്രസ് ചെയ്യുക.
അതിനുശേഷം പ്രഷർ പാഡിന്റെ മൗണ്ടിംഗ് സ്ക്രൂ അഴിച്ച് കാണിച്ചിരിക്കുന്നതുപോലെ പ്രഷർ പാഡുകൾ നീക്കം ചെയ്യുക. സ്പ്രിംഗ് കപ്പുകളിൽ നിന്ന് ലോഡ് റിലീസ് ചെയ്തുകൊണ്ട് ഫിനിഷ് ചെയ്യുക. ഈ സ്റ്റെപ്പുകൾ ഒന്നിനു പുറകെ ഒന്നായി ചെയ്യുന്നത് ക്ലച്ച് ഭാഗങ്ങൾ ശ്രദ്ധയോടെയും നിയന്ത്രിതമായും വേർപെടുത്താൻ സഹായിക്കുന്നു. അടുത്തതായി പ്രഷർ പ്ലേറ്റ്, സ്പ്രിംഗുകൾ, ക്ലച്ച് കവർ അസംബ്ലി, ക്ലച്ച് ജിഗിൽ നിന്നുള്ള പ്രഷർ പാഡുകൾ എന്നിവ എടുക്കുക. നിലനിർത്തുന്ന പ്ലേറ്റിന്റെ മൗണ്ടിംഗ് സെറ്റ് സ്ക്രൂകൾ അഴിക്കുക. നിലനിർത്തുന്ന പ്ലേറ്റ് നീക്കം ചെയ്യുക. തുടർന്ന് ക്ലച്ച് ഫിംഗർ ബ്രാക്കറ്റിൽ ഹോൾഡ് ചെയ്യുന്ന മൗണ്ടിംഗ് സെറ്റ് സ്ക്രൂകൾ അഴിച്ച് ക്ലച്ച് ഫിംഗറുകൾ, ബ്രാക്കറ്റുകൾ, എക്സെൻട്രിക് പിൻ എന്നിവ നീക്കം ചെയ്യുക. ടാസ്ക് 4. ഒരു ക്ലച്ച് അസംബ്ലിയുടെ ഭാഗങ്ങൾ തിരിച്ചറിയുക. അലൈൻ ചെയ്യുന്ന ആർബറും ക്ലച്ച് ജിഗും ഉപയോഗിച്ച് ക്ലച്ച് പീസുകൾ ഡിസ്മാൻഡിൽ ചെയ്യുക. ക്ലച്ച് കവർ, ഫ്ലൈ വീൽ, മൗണ്ടിംഗ് സെറ്റ് സ്ക്രൂ, പൈലറ്റ് ബെയറിംഗ്, ഷാഫ്റ്റ് സ്പ്ലൈൻ, ക്ലച്ച് പ്ലേറ്റ്, പെഗുകൾ, അലൈനിംഗ് ആർബർ, ഡ്രൈവ് ഷാഫ്റ്റ്. ടാസ്ക് 5. ക്ലച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കുക. ക്ലച്ചിന്റെ ഭാഗങ്ങൾ പ്രഷർ പ്ലേറ്റ്, ഫേസ് പ്ലേറ്റ്, ക്ലച്ച് പ്ലേറ്റ്, സ്പ്രിംഗ്, വിഡ്രോവൽ പ്ലേറ്റ്, റിലീസ് ബെയറിംഗ്, റിലീസ് ലിവർ, പൈലറ്റ് ബെയറിംഗ് മുതലായവ മണ്ണെണ്ണ ഉപയോഗിച്ച് വൃത്തിയാക്കുക. തുടർന്ന് ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ഉണക്കി വൃത്തിയാക്കുക. ടാസ്ക് 6. ക്ലച്ച് പാർട്ടുകളിൽ തകരാറുകൾ ഉണ്ടോയെന്ന് പരിശോധിക്കുക. ലൈനിംഗ് വെയർ, എബേണിംഗ് മാർക്കുകൾ, അയഞ്ഞ റിവേർട്ടുകൾ, തകർന്ന സ്പ്രിംഗുകൾ, ലൈനിംഗുകളിലെ ക്രാക്കുകൾ, സ്പ്ലൈനിലെ ക്രാക്കുകൾ എന്നിവയുൾപ്പെടെ വിവിധ ഇൻഡിക്കേറ്ററുകൾക്കായി ക്ലച്ച് പ്ലേറ്റ് വിലയിരുത്തി പരിശോധിക്കുക. അതിനുശേഷം റേഡിയൽ ഹീറ്റ് ക്രാക്കുകൾ, വേറുകൾ, ടാപ്പർ എന്നിവയ്ക്കായി പ്രഷർ പ്ലേറ്റും ഫേസ് പ്ലേറ്റും പരിശോധിക്കുക. സ്പ്രിംഗുകൾ നോക്കുക. എന്തെങ്കിലും വിള്ളലുകൾ ഉണ്ടോ എന്ന് നോക്കുക. കൂടാതെ സ്പ്രിംഗ് കംപ്രഷൻ ടെസ്റ്റർ ഉപയോഗിച്ച് സ്പ്രിംഗുകളുടെ ഫ്രീ ലെങ്ത് അളക്കുകയും ആക്യുറസിക്കായി സ്പെസിഫിക്കേഷനുകളുമായി താരതമ്യം ചെയ്യുകയും ചെയ്യുക. ഫിംഗറുകളുടെ തേയ്മാനം പരിശോധിക്കുക. കൂടാതെ വെയർ, പിറ്റിംഗ് അല്ലെങ്കിൽ ബെയർൻ മാർക്കുകൾ എന്നിവയ്ക്കായി പൈലറ്റ് ബെയറിംഗും റിലീസിംഗ് ബെയറിംഗും സൂക്ഷ്മമായി നിരീക്ഷിക്കുക. വേറുകൾക്കായി വിത്രോവൽ പ്ലേറ്റ് പരിശോധിക്കുക. മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ കേടായ പാർട്ടുകൾ റീപ്ലേസ് ചെയ്യുക. വേറിന്റെ ഏതെങ്കിലും അടയാളങ്ങൾക്കായി വിത്രോവൽ പ്ലേറ്റ് നോക്കി പരിശോധന പൂർത്തിയാക്കുക. മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്നതുപോലെ കേടായ ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യുക. ഈ ശ്രദ്ധാപൂർവമായ പരിശോധന നടത്തുന്നത് മുഴുവൻ ക്ലച്ച് അസംബ്ലിയും നന്നായി വിലയിരുത്തിയെന്ന് ഉറപ്പാക്കുകയും നിങ്ങൾക്ക് ആവശ്യമുള്ളതോ കേടായതോ ആയ ഭാഗങ്ങൾ റീപ്ലേസ് ചെയ്യാവുന്നതാണ്. നമ്മൾ എക്സസൈസിന്റെ അവസാനത്തിൽ എത്തി. ഈ മോഡ്യൂളിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു റീക്യാപ്പ് ചെയ്യാം. നമ്മൾ പഠിച്ചത് വാഹനത്തിലെ ക്ലച്ച് കണ്ടെത്താൻ, വാഹനത്തിൽ നിന്ന് ക്ലച്ച് ഡിസ്മാൻഡിൽ ചെയ്യാൻ, ഒരു ക്ലച്ച് അസംബ്ലിയുടെ ഭാഗങ്ങൾ തിരിച്ചറിയാൻ, ക്ലച്ച് ഭാഗങ്ങൾ വൃത്തിയാക്കാൻ, ക്ലച്ച് ഭാഗങ്ങളിൽ തകരാറുകൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ, അങ്ങനെ ക്ലച്ച് അസംബ്ലി ഡിസ്മാൻഡിൽ ചെയ്യാൻ അതിൻ്റെ ഭാഗങ്ങൾ വൃത്തിയാക്കാനും പരിശോധിക്കാനും നമ്മൾ പഠിച്ചു. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ ഇൻസ്ട്രക്ടറുടെ സഹായത്തോടെ ഈ എക്സസൈസ് ചെയ്യുക. നന്ദി.